ഞാൻ എന്തായാലും ഈ സ്വത്ത് മുഴുവൻ അവളുടെ പേരിൽ എഴുതി വെക്കാൻ പോവാ. നിയമപരമായിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കില്ല. അതെന്താ? ശ്യാമയുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ശ്യാമ ആർക്ക് കൊടുക്കാൻ തയ്യാറാവുന്നോ അയാൾ കൂടി രജിസ്റ്റർ ഓഫീസിൽ വരേണ്ടതല്ലേ? എന്നാലല്ലേ രജിസ്ട്രേഷൻ പൂർണ്ണമാവുള്ളൂ. കുടിച്ചില്ലേ? എന്തായാലും ഞാൻ ഇങ്ങനെ കുടിക്കില്ല. തണുപ്പ് ചെന്നപ്പോഴേ ശരീരത്തിന് എന്തൊരു സുഖ. അത് കുടിക്കുന്ന രീതി കണ്ടാലേ അറിയാം. അതേന്നെ, മനസ്സമാധാനം ഉണ്ടാവുമ്പോ എന്തെങ്കിലും കുടിക്കാൻ കഴിക്കാൻ ചെയ്യുന്നതും അതില്ലാത്തപ്പോ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മനസ്സിൽ നിന്ന് പേടി അങ്ങ് മാറിയല്ലേ? എന്ത് പേടി? സുകുമാരി മുത്തശ്ശി പോയില്ലേ, പ്രിയങ്ക പോയില്ലേ, ആ പേടിയെ കുറിച്ചാ ഞാൻ പറഞ്ഞേ. എനിക്കവരെ പേടിയായിരുന്നു എന്ന് ആരാ പറഞ്ഞേ? എനിക്കവര് ശല്യമായിരുന്നു. ആഹാ, ഒട്ടും പേടി വന്നിട്ടില്ല? ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. എന്താ വേണ്ടത്? ഞാൻ എടുത്തു തരാം. ഓ, എന്നിട്ടൊരു സ്റ്റൂളിൽ കയറാൻ പോലെ എനിക്ക് ധൈര്യമില്ല, പേടിയാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടല്ലേ? ഞാൻ എടുത്തോളാം. എടോ, വെറുതെ റിസ്ക് എടുക്കണ്ട. ഞാനെന്ന് എടുത്തോക്കട്ടെ. എന്തായാലും അത് കൊള്ളാം. വീട്ടിൽ നിന്ന് രണ്ടുപേര് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാ ഇങ്ങനെ ഒരാൾക്ക് ചങ്കൂറ്റം വരുമോ? ചുമ്മാ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മുത്തശ്ശിയോ പ്രിയങ്കയോ ഒരു പേടിയുമില്ലാന്ന്. എന്താ പ്രിയങ്കേ? എന്താ നീ ഇപ്പൊ കൊണ്ടുവന്നേ? അയ്യോ, എഴുതുക. എന്താ തോന്നുന്നു. കാലി മോളെ, വലിയ ധൈര്യശാലി. പ്രിയങ്ക എന്ന പേര് കേട്ടപ്പോഴേ താഴേക്കെടുത്ത് ചാടി. എന്നിട്ട് പറയും പെൺപുലിയാണെന്ന്. അത് പിന്നെ ചുമ്മാ അല്ലല്ലോ, കൺമുന്നിൽ നിൽക്കുന്ന പോലെയല്ലേ തോന്നിയത്? ആ, അപ്പൊ കൺമുന്നിൽ നിന്ന പേടിയുണ്ട്. ഉണ്ട്. എന്റെ ചെറുക്കനെ കൊത്തിക്കൊണ്ടുപോയാലോ എന്നുള്ള പേടി. എന്റെ കാല് നല്ല വേദനിച്ചു കേട്ടോ. എവിടെ നോക്കട്ടെ? വേണ്ട വേണ്ട, ഒഴിയൊന്നും വേണ്ട. ഞാൻ ഒഴിഞ്ഞു തരാടോ. എവിടെ വേനെന്ന് പറ. ഈ വലത്തെ കാലിന്. എവിടെയാ ശരിക്കും വേദന? പാദത്തില്. അതെ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചെറിയൊരു മസാജ് കഴിയുമ്പോ അത് അങ്ങ് ഓക്കെ ആയിക്കോളും. ഇപ്പൊ കുറവുണ്ടോ? ഒട്ടും കുറവില്ല. അതിനെന്താ, നമുക്കേ കുറേ നേരം ഈ മസാജ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, വേണമെങ്കിൽ ശരീരം മൊത്തത്തിലൊന്ന് മസാജ് ചെയ്ത് തരാം. വീണപ്പോ ചിലപ്പോ ഉളുക്കോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിലോ? ഉളുക്കവും തിരികെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മൊത്തത്തിലുള്ള മസാജ് ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾ പെണ്ണുങ്ങളെ മസാജ് ചെയ്യുന്നതും പെണ്ണുങ്ങൾ ആണുങ്ങളെ മസാജ് ചെയ്യുന്നതും വിലക്കിയിരിക്കുക. അല്ലാതെ സ്പാകളിലല്ലേ. വീട്ടിലെന്താ കുഴപ്പം? വീട്ടിലായാലും പുറത്തായാലും നിയമം നിയമമാണ് കുട്ടി. അതനുസരിക്കാൻ പഠിക്കണം. ആണോ? ഓ, ഇവിടെ വാ.
കൊറേ നേരമായില്ലേ ശ്യാമ ഈ ഇരിപ്പ്? ഇതെന്താ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ആള് പെട്ടെന്ന് അക്കൗണ്ട്സ് ഒക്കെ നോക്കാൻ തുടങ്ങി? എടുത്തി അക്കൗണ്ട്സ് ഒന്ന് നോക്കിയത് എനിക്കിതിൽ അറിവുണ്ടായിട്ടോ പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. ഞാൻ നോക്കിയത് മൊത്തത്തിൽ ബാങ്ക് ബാലൻസും പ്രോപ്പർട്ടീസും അവയുടെ വിലയും ഒക്കെ അനുസരിച്ച് എനിക്ക് സ്വത്ത് എത്ര ഉണ്ടാവുന്ന. അതെന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു കണക്കെടുക്കുന്നേ? എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കണ്ടേ? പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ അതെല്ലാം എൻ്റെ രാധികമൊക്കെ കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റണ്ടേ? അതിനെന്താ വഴി? രാധികമോള് ദുഃഖിക്കാൻ ഇടവരരുത്. ഞാൻ എന്തായാലും ഈ സ്വത്ത് മുഴുവൻ അവളുടെ പേരിൽ എഴുതി വെക്കാൻ പോവാ. നിയമപരമായിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കില്ല. അതെന്താ? ശ്യാമയുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ശ്യാമ ആർക്ക് കൊടുക്കാൻ തയ്യാറാവുന്നോ അയാൾ കൂടി രജിസ്റ്റർ ഓഫീസിൽ വരേണ്ടതല്ലേ? എന്നാലല്ലേ രജിസ്ട്രേഷൻ പൂർണ്ണമാവുള്ളൂ. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് രാധികയെ വിളിച്ചാ താൻ ശ്യാമയുടെ പിൻഗാമിയാണെന്നും ശ്യാമയുടെ മകളാണെന്നും അവള് കണ്ടെത്തില്ലേ? ആ നിമിഷം രാധിക ഈ സ്വത്ത് നിഷേധിച്ചാലോ? എങ്ങനെയൊക്കെ നോക്കിയാലും ശ്യാമയെ രാധിക സ്വന്തം അമ്മയെ അംഗീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം വരെ കാക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് ഒരു വിൽപത്രം തയ്യാറാക്കി അതിൽ സകല സമ്പത്തിന്റെ അവകാശം രാധികയ്ക്കുള്ളതാണെന്ന് എഴുതി വെക്കുക. തൽക്കാലം ഇതൊക്കെയാണ് പ്രാക്ടിക്കൽ ആവുക. ശരി എടുത്തി, എഴുതി പറഞ്ഞ പോലെ നമുക്ക് പറ്റുമെങ്കിൽ ഒരു വിൽപത്രം തയ്യാറാക്കി വെക്കാം. അത്രയെങ്കിലും ചെയ്തു തീർത്തൊന്നൊരു സമാധാനം കിട്ടുമല്ലോ. എന്തു പറയുന്നു? തീർച്ചയായിട്ടും അത് തന്നെയാ നല്ലത്. മോളുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് ആവേശം കാണിക്കുന്ന ഇടത്തേക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഈ സ്വത്തും പണമൊക്കെ അവക്ക് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാ അതില് എഴുതി താമസിക്കുന്ന വീടും പറമ്പും ഒന്നും ഉൾപ്പെടില്ല കേട്ടോ. അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാൻ.